ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ഇവിടെ എന്തെല്ലാമൊക്കെ ന്യായീകരണങ്ങളാണ് പറയുന്നത്. സർ, ഇപ്പോഴും പത്മകുമാർ, ഇപ്പോഴും വാസു CPM-കാരല്ലേ? ഒന്ന് പുറത്താക്കി കാണിച്ചിട്ട് വേണ്ട ഈ വലിയ കവലപ്രസംഗമൊക്കെ നടത്താൻ. പത്മകുമാർ ഇപ്പോഴും പാർട്ടി അംഗമാണ്, CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. വാസു ഇപ്പോഴും പാർട്ടി അംഗമാണ്. രണ്ടുപേരും ജയിലിലാണ്. എന്തിനാ? അയ്യൻ്റെ സ്വർണം കട്ടക്കേസിൽ ജയിലിലാണ്. അപ്പോൾ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ CPM-ന് അതിൻ്റെ പാപക്കര ഉണ്ട് എന്നുള്ളതല്ലേ ജനം തിരിച്ചറിയുന്നത്? ഈ സർക്കാരിന് അതിൻ്റെ പാപക്കര ഉണ്ട് എന്നുള്ളതല്ലേ ജനം തിരിച്ചറിയുന്നത്? അപ്പോൾ ജനം, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ, അയ്യനെ ആരാധിക്കുന്ന ജനങ്ങൾ അയ്യൻ്റെ സ്വർണം കട്ടു തന്നെ പ്രതിഷേധിച്ച് നിങ്ങൾക്കിനി വോട്ട് ചെയ്യുമെന്ന് അർത്ഥമാണോ നിങ്ങളിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ സ്വർണം കട്ട അമ്പലക്കള്ളന്മാർക്കെതിരെ കൃത്യമായ ജനവിധി ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 3, നിങ്ങൾ ഏതു മേഖല, ഇപ്പം ക്രമസമാധാന രംഗം, മാല മുതൽ മാങ്ങ വരെ മോഷ്ടിച്ച പോലീസ് കേരളത്തിലെ പോലീസാണ്. ഈ നാട്ടിലുണ്ടായ മയക്കുമരുന്നിൻ്റെ വർധനവ്, അത് നമ്പറിൻ്റെ കേസെടുത്താൽ തന്നെ എത്രമാത്രം വർധനവ് ഉണ്ടായി എന്നുള്ളത് അറിയാം. മയക്കുമരുന്ന് കഴിച്ചിട്ട് ഇവിടെ നാട്ടുകാർ പാവങ്ങളെ മുഴുവൻ ആളുകൾ ആക്രമിക്കുന്ന സംഭവങ്ങൾ എത്രമാത്രം ഉണ്ടായി എന്നുള്ളതാണ് അറിയാം. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയും തൊഴിലിടങ്ങളും അടക്കമാണ്, ഇവിടുത്തെ അഴിമതി കേസുകളടക്കം എത്രയോ കാര്യങ്ങൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടുകളാണ്. ഞാൻ പിന്നെ ഇതിനകത്ത് BJP-യെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്നറിയോ? ഇതിൽ BJP-യും CPM-ഉം ഒക്കെ ചങ്ങാതിമാരാണ് എന്നുള്ളത് അറിയാം.